അടിപൊളിയായിരിക്കും. ഓക്കെ, ഇന്നാണ് ദിവസം. ആ ഒരു വില്ലേജർ ബ്രീഡർ ഉണ്ടാക്കേണ്ട ദിവസം. അവസാനം കറങ്ങി തിരിഞ്ഞ് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു തീരുമാനത്തിലോട്ട് എത്തി. ഈ ഒരു ബ്രീഡർ കാണാൻ നല്ല ബോറായിരിക്കും. സോ അതുകൊണ്ട് നമ്മൾ അതിനെ കംപ്ലീറ്റ് ഈ ഒരു കേവിനകത്തോട്ടാണ് ബിൽഡ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ആ ഒരു ബ്രീഡർ നമ്മൾ വെളിയിലോട്ട് കാണാൻ പോലും ഇല്ല. അതിന്റെ വർക്കിംഗ് പാർട്ട് കംപ്ലീറ്റ് ഈ ഒരു മലയ്ക്കകത്തായിരിക്കും. പക്ഷേ ഈ മണ്ടന്മാര് വന്നിരിക്കേണ്ട ആ ഒരു സ്പേസ് മാത്രം ഈ ഒരു മതിലിന് വെളിയിലോട്ട് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ബൂത്ത് പോലെ ഈ വില്ലേജർമാർക്ക് വന്ന് നിൽക്കേണ്ട ഒരു ബൂത്ത്. എനിക്കൊരു തീരുമാനമായി. നമ്മുടെ ഈ റോബോട്ടിന് കൊടുക്കാൻ പറ്റിയ ഒരു പേരിന്റെ കാര്യത്തിൽ കുറെ പേര് പറഞ്ഞ പേര് ചിട്ടി എന്നാണ്. എന്തൊരു സിനിമയിലുള്ള ചിട്ടി, ആദ്യം ഞാൻ ഇവന് കൊടുക്കാൻ പോകുന്നത് ചിട്ടി ദ റോബോട്ട്. അത് തന്നെ. ഇവൻ ചിട്ടിയാണെങ്കിൽ ഞാൻ ഡോക്ടർ വസീകരൻ. ഇവൻ T800 ആണെങ്കിൽ ഞാൻ ജോൺ കോണർ. ഇവൻ കുഞ്ഞപ്പനാണെങ്കിൽ ഞാൻ ഭാസ്കരൻ പോസ്. നിൽക്കുന്നുണ്ട്. അവന്മാർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നിന്നെ എങ്ങനെയെങ്കിലും ഞാൻ അതിനകത്തോട്ടൊന്ന് ആക്കാൻ നോക്കാം. ഇതൊന്ന് ഇതിലോട്ട് കെട്ടിവിടും. ഓക്കെ, വലിച്ചം കിടത്താ പോരെ? കൂടെ വരൂലേ? വരുന്നുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് എങ്ങനെ ഞാൻ ഇവന്മാരെ വെളിയോട്ട് എടുക്കും? ബെഡ് റോക്കിനകത്ത് ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയാ? അതായത് ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ജമ്പ് ചെയ്താൽ പോരെ? അതിനെ എന്നാ പൊങ്ങി വരുന്നുണ്ട്. ഓക്കെ, എന്നാ ജോലി കുറച്ചുകൂടെ ഈസി ആയേനെ. പക്ഷേ അവന്മാർ ഫുള്ള് പൊങ്ങി വന്നില്ല. മേലോട്ടോ അവൻ. ഓക്കെ, ഇപ്പൊ വന്നു. ഇനി വലിച്ചിങ് എടുത്താൽ മതി. കൂടെ വാ. നേരെ വന്നിട്ട് അതിന്റെ മേളിലോട്ട് കുറച്ചും കൂടെ മുമ്പിലോട്ട് ആടി മേളിലോട്ട്. ഓക്കെ, പതിയെ അടുത്തോട്ട് ഇതവിടെ ഇരുന്നോട്ട്. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് സൈഡ് കുറച്ചെല്ലാം അടച്ച് വൃത്തിയാക്കി ഇതൊന്ന് ക്ലീൻ ആക്കി എടുത്താൽ മാത്രം മതി. പിന്നെ ഒരു ബക്കറ്റ് വെള്ളം അതിന്റെ അങ്ങ് അറ്റത്തോട്ട് ഒഴിക്കാൻ വേണം. 2 ബ്ലോക്ക് ഇതാ ഇവിടെ ഇങ്ങനെ വച്ചിട്ട് ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബേബി വില്ലേജർ ഇവിടെ വന്ന് വീണിട്ട് ഇതേപോലെ പതിയെ ഒഴുകി ആ ഒരു കുഴിക്കകത്തോട്ട് വന്ന് വീഴാനുള്ളതാണ്. ഇതിപ്പോ ഞാൻ നടക്കുന്നതല്ല. വെള്ളം എന്നെ പുഷ് ചെയ്ത് നേരെ